നെക്സ്റ്റ് നമ്മൾ പറയുന്ന ടോപ്പിക്കാണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലംസ്. നമ്മൾ ഡയറക്റ്റ് ഒരു ജനറൽ ഫോമിലേക്ക് കിടക്കുകയാണ്. എങ്ങനെയായിരിക്കും ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഉണ്ടായിരിക്കുക? നമ്മുടെ കയ്യിൽ കുറച്ച് ഒറിജിൻസ് ഉണ്ടാവും. O1, O2 എക്സെട്ര OM. M ഒറിജിൻസ്, അതേപോലെ D1, D2 എക്സെട്ര DN. N ഡെസ്റ്റിനേഷൻസ് ഉണ്ടായിരിക്കും. ഈ C11 എന്നുള്ള ഉദ്ദേശിക്കുന്നത് O1 എന്നുള്ള ഒറിജിനിൽ നിന്ന് D1 എന്നുള്ള ഡെസ്റ്റിനേഷനിലേക്ക് ഒരു യൂണിറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള കോസ്റ്റാണ് C11. C12 എന്ന് പറഞ്ഞാൽ O1 എന്നുള്ള ഒറിജിനിൽ നിന്ന് D2 എന്നുള്ള ഡെസ്റ്റിനേഷനിലേക്ക് ഒരു യൂണിറ്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള കോസ്റ്റ്. സോ അതേപോലെ C22 എന്ന് പറഞ്ഞാൽ O2 എന്നുള്ള ഒറിജിനിൽ നിന്ന് D2 എന്നുള്ള ഡെസ്റ്റിനേഷനിലേക്ക് ഒരു യൂണിറ്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള കോസ്റ്റ്. സോ അതേപോലെ കോമൺലി CIJ എന്ന് പറഞ്ഞാൽ OI എന്നുള്ള ഒറിജിനിൽ നിന്ന് DJ എന്നുള്ള ഡെസ്റ്റിനേഷനിലേക്ക് ഒരു യൂണിറ്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള കോസ്റ്റ്, ട്രാൻസ്പോർട്ടിംഗ് കോസ്റ്റ് ആണ് CIJ. ഇനി ഇവിടെ A1, A2 എക്സെട്ര AM. A1 കൊണ്ട് ഉദ്ദേശിക്കുന്നത് O1ലുള്ള അവൈലബിലിറ്റിയാണ്. സോ ഈ O1 എന്നുള്ള ഒറിജിനിലുള്ള അവൈലബിലിറ്റിയാണ് A1. O2 എന്നുള്ള ഒറിജിനിലുള്ള അവൈലബിലിറ്റിയാണ് A2. അങ്ങനെ എക്സെട്ര OM എന്നുള്ള ഒറിജിനിൽ അവൈലബിലിറ്റിയാണ് AM. സോ ഇവിടെ O1ൽ A1 ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതേപോലെ B1, B2 എക്സെട്ര BN കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡെസ്റ്റിനേഷന് ആവശ്യമായിട്ടുള്ള റിക്വയർമെന്റ് ആണ് B1. സോ D2ന് ആവശ്യമായിട്ടുള്ള റിക്വയർമെന്റ് ആണ് B2. DNന് ആവശ്യമായിട്ടുള്ള റിക്വയർമെന്റ് ആണ് BN. സോ ഇവിടെ O1ൽ A1 അവൈലബിലിറ്റി ഉണ്ട്, പക്ഷെ D1ൽ B1 റിക്വയർമെന്റ്സ് ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, O1ന് കംപ്ലീറ്റ് ആയിട്ട് D1ന് കൊടുക്കാം. ഇവിടെ ഇതൊരു ജനറൽ ടേം ആണ്. നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് ഈ ടേംസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഡയറക്റ്റ് ഒരു പ്രോബ്ലത്തിലേക്ക് കിടക്കുകയാണ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 4 ഡെസ്റ്റിനേഷൻ ഉണ്ട്, 3 ഒറിജിൻ ഉണ്ട്. 4 ഡെസ്റ്റിനേഷനും 3 ഒറിജിനും. 21 കൊണ്ട് ഉദ്ദേശിക്കുന്നത് O1 എന്നുള്ള ഒറിജിനിൽ നിന്ന് D1 എന്നുള്ള ഡെസ്റ്റിനേഷനിലേക്ക് ഒരു യൂണിറ്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള കോസ്റ്റ്. ഇതങ്ങനെ 16 O1 നിന്ന് D2ലേക്കുള്ള ട്രാൻസ്പോർട്ടിംഗ് കോസ്റ്റ്, ഇത് D3ലേക്കുള്ള ട്രാൻസ്പോർട്ടിംഗ് കോസ്റ്റ്, ഇത് D4ലേക്കുള്ള ട്രാൻസ്പോർട്ടിംഗ് കോസ്റ്റ്. എല്ലാവരോടും ഉദ്ദേശിക്കുന്നത് O1ൽ ആകെ അവൈലബിലിറ്റി 11 ആണ്. ഇനി D1ൽ 32 ഉദ്ദേശിക്കുന്നത് O3യിൽ നിന്ന് D1ലേക്കുള്ള ട്രാൻസ്പോർട്ടിംഗ് കോസ്റ്റ്, ഒരു യൂണിറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള കോസ്റ്റ്. ഈ 6 കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, D1ന് ആവശ്യമായിട്ടുള്ളത് 6 യൂണിറ്റാണ് ആവശ്യമുള്ളത്. D1ന്റെ റിക്വയർമെന്റ് 6 ആണ്. സോ ഈ D1ന് വേണമെങ്കിൽ O1ൽ നിന്ന് കുറച്ച് പേരെടുക്കാം, O2 നിന്ന് കുറച്ച് പേരെടുക്കാം, O3 നിന്ന് കുറച്ച് പേരെടുക്കാം. അങ്ങനെ 6 റിക്വയർമെന്റ് കംപ്ലീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ D1ന് കംപ്ലീറ്റ് O1 തന്നെ എടുക്കാം, കാരണം ഇവിടെ 11 അവൈലബിലിറ്റി ഉണ്ട്. ഈ D1 എന്ത് ചെയ്യാം, O1 തന്നെ കംപ്ലീറ്റ് എടുക്കാം. പക്ഷെ അവിടെ 21 ഒരു യൂണിറ്റിന് ട്രാൻസ്പോർട്ടിംഗ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ D1 എന്ത് ചെയ്യാം, ചിലപ്പോൾ O2 എന്നായിരിക്കും എടുക്കുക, കാരണം O2 17 ഉള്ളൂ ട്രാൻസ്പോർട്ടിംഗ് കോസ്റ്റ്. അപ്പോൾ D1ന് ഏറ്റവും ചൂസ് ചെയ്യാൻ ഓപ്ഷൻ ഏതാണ്, O2 എന്ന് ചൂസ് ചെയ്യാണ് നല്ലത്. കാരണം എന്ത് ചെയ്യാം, ട്രാൻസ്പോർട്ടിംഗ് കോസ്റ്റ് കുറക്കാം. അപ്പോൾ O2ൽ എന്തുണ്ട്, 13 അവൈലബിലിറ്റി ഉണ്ട്. അപ്പോൾ D1ന് എത്ര ആവശ്യമുള്ളത്, 6 ആവശ്യമുള്ളത്. സോ 6 എന്ത് ചെയ്യാം, ഈ O2ൽ നിന്ന് കംപ്ലീറ്റ് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഇവിടെ അവൈലബിലിറ്റി 13 മാറിയിട്ട് എന്തായി മാറും, 30 നിന്ന് 6 മൈനസ് ചെയ്യണം. അപ്പോൾ എത്ര വരും, അപ്പോൾ ഇവിടെ അവൈലബിലിറ്റി 7 ആയിട്ട് മാറും. ഇനി D2, D3, D4 ഒക്കെ ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ D2, D3, D4 ആരെങ്കിലും O2ൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഇവിടെ 30 നിന്ന് 6 കുറഞ്ഞിട്ട് എത്ര ആയിട്ടുണ്ട്, 7 ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ D2, D3, D4 ഇവിടെ ബാക്കിയുണ്ട്. അപ്പോൾ അവർക്ക് O2ൽ നിന്ന് 7 അവൈലബിലിറ്റി കിട്ടുള്ളൂ. സോ അങ്ങനെയൊക്കെ നോക്കി നമ്മുടെ എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ കോസ്റ്റിൽ ഈ O1ന്റെ അവൈലബിലിറ്റി കംപ്ലീറ്റ് ചെയ്യണം. അതേപോലെ എല്ലാ ഡെസ്റ്റിനേഷനും അവരുടെ റിക്വയർമെന്റ് കിട്ടിയിരിക്കണം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. കുറഞ്ഞ കോസ്റ്റിൽ എങ്ങനെ ഇതൊക്കെ സാധ്യമാകും, സോ മിനിമൈസ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ റിക്വയർമെന്റ്സും അവൈലബിലിറ്റി ഈക്വൽ ആണോ നോക്കണം. സോ ഇവിടെ ആഡ് ചെയ്ത് എന്ത് വരും, 11 + 13 + 19 എത്ര വരും,
ആഡ് ചെയ്താൽ 43 വരും. 43. സോ 43 ടോട്ടൽ അവൈലബിലിറ്റി 43 ആണ്. ഇനി ടോട്ടൽ റിക്വയർമെന്റ്സ് എത്ര? 6 + 10 + 12 + 15. അതും തന്നെയാണ് 43 തന്നെയാണ്. അതും 43 തന്നെയാണ്. സോ ഇതൊരു ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ആണ്. സോ നമുക്കത് സോൾവ് ചെയ്യാൻ കഴിയും. കാരണം ഇവരുടെ അവൈലബിലിറ്റിയും റിക്വയർമെന്റ്സും ഈക്വൽ ആണ്. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ ഇത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. സോ ഞാൻ ആ ടേബിൾ ഒന്നും കൂടി എടുത്തെഴുതി. ഈ ടേബിൾ ഒന്നും കൂടി ആൻസർ ചെയ്യാൻ വേണ്ടി എടുത്തെഴുതി. നമ്മൾ സിഗ്മ എ ആയി നോക്കി. സിഗ്മ എ എന്ന് പറഞ്ഞാൽ ഇവരെ ആഡ് ചെയ്താൽ സിഗ്മ എ എന്ത് കിട്ടി? അവരെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് 43 കിട്ടി. അതുപോലെ സിഗ്മ ബി ജെയും എന്ത് കിട്ടി? 43 കിട്ടിയിട്ടുണ്ട്. സോ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ബാലൻസ്ഡ് ആണ്. സോ നമുക്ക് ടി പി എന്ന് പറഞ്ഞാൽ ഷോർട്ട് ആക്കിയതാണ്. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഈസ് ബാലൻസ്ഡ് എന്ന് പറയാം. കാരണം സിഗ്മ എയും സിഗ്മ ബി ജെയും ഈക്വൽ ആണ്. ഇനി നമുക്കൊരു ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കാണണം. ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സൊല്യൂഷൻ കാണാൻ പോവാണ്. അഥവാ O1 D1 എത്ര കൊടുക്കും, O1 D2 എത്ര കൊടുക്കും, O1 D3 എത്ര കൊടുക്കും, O1 D4 എത്ര കൊടുക്കും. അങ്ങനെ ബേസിക് ആയിട്ട് ഒരു സൊല്യൂഷൻ കാണാം. ഈ സൊല്യൂഷൻ ഒപ്റ്റിമം ആയിരിക്കണം എന്നില്ല. എന്ന് പറഞ്ഞാൽ നമ്മളിനി കാണാൻ പോകുന്ന സൊല്യൂഷൻ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിന്റെ മിനിമം കോസ്റ്റ് എന്നുള്ള ഒപ്റ്റിമം സൊല്യൂഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്നില്ല. നമുക്കൊരു സൊല്യൂഷൻ കിട്ടും. നമുക്ക് എങ്ങനെ വേണമെങ്കിലും സൊല്യൂഷൻ കാണാൻ പറ്റും അല്ലേ? എന്ത് ചെയ്യാം? O1 വേണമെങ്കിൽ 6 കൊടുക്കാം. ബാക്കി ഇവിടെ എന്ത് വരും? 5 അവൈലബിലിറ്റി വരും. അത് വേണമെങ്കിൽ എന്ത് ചെയ്യാം? D2 കൊടുക്കാം. നമുക്ക് ഏത് രീതിയിലും ഫീസിബിൾ സൊല്യൂഷൻ കാണാൻ പറ്റും. അപ്പോൾ ഫീസിബിൾ സൊല്യൂഷൻ കാണാൻ 3 മെത്തേഡാണ് മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. സോ ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കാണാൻ 3 മെത്തേഡാണുള്ളത്. ഫസ്റ്റ് വണ് നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ. സെക്കൻഡ് വണ് മെട്രിക്സ് മിനിമ മെത്തേഡ്. തേർഡ് വണ് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്. സോ ഫസ്റ്റ് വണ് നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ. അത് ആ പേര് പറയുന്ന പോലെ തന്നെയാണ് ആ മെത്തേഡും വരുന്നത്. നമുക്ക് നോക്കി നോക്കാം എങ്ങനെ അത് ചെയ്യാന്നുള്ളത്. സോ നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ എന്ന് പറഞ്ഞാൽ നോർത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. സോ നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ അലോക്കേറ്റ് ചെയ്യാൻ പോവുകയാണ്. അഥവാ O1 D1 എന്നുള്ള കോളത്തിൽ അലോക്കേറ്റ് ചെയ്യാം. O1 ടോട്ടൽ അവൈലബിലിറ്റി 11 ആണ്. പക്ഷെ D1 എത്ര ആവശ്യമുള്ളൂ? 6 ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് O1 എന്ത് ചെയ്യാം? D1 ആവശ്യമുള്ളത് കൊടുക്കാം. സോ D1 ആവശ്യമായത് O1 കൊടുത്തു കഴിഞ്ഞു. ഇനി D1 ആവശ്യമില്ല. പക്ഷെ O1 ഇനിയും അവൈലബിലിറ്റി എത്രയുണ്ട്? ഇനി ഇവിടെ 5 അവൈലബിലിറ്റി ഉണ്ട്. D1 ഇനി ആവശ്യമില്ല. D1 ഇനി ആവശ്യമില്ല. കാരണം D1 വേണ്ടതൊക്കെ O1 കൊടുത്തു കഴിഞ്ഞു. ഇനി നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് ഇങ്ങോട്ട് വരണം. അതാണ് നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ പറയുന്നത്. നേരെ ഇങ്ങോട്ട് നോർത്ത് വെസ്റ്റ്. ഇനി അടുത്ത് ഇവിടെ അലോക്കേറ്റ് ചെയ്യാം. ഇവിടെ D2 എത്ര ആവശ്യമുണ്ട്? 10 റിക്വയർമെന്റ് ഉണ്ട്. പക്ഷേ O1 കയ്യിൽ ആരേ ഉള്ളൂ? 5 അവൈലബിലിറ്റി ഉള്ളൂ. അപ്പോൾ O1 ബാക്കിയുള്ളത് ഇവിടെ കൊടുക്കും. D2 ഡെസ്റ്റിനേഷനിൽ 5 കൊടുക്കും. അപ്പോൾ O1 കയ്യിലുള്ളതൊക്കെ കഴിഞ്ഞു. ഇനി D2 എത്ര ആവശ്യമുണ്ട്? D2 5 കിട്ടിയിട്ടുള്ളൂ. D2 ഇനിയും എന്തുണ്ട്? ഇനിയും 5 കിട്ടാൻ ആവശ്യമുണ്ട്. സോ നോർത്ത് വെസ്റ്റ് കോർണർ നേരെ താഴത്തേക്ക് വരും. അടുത്തത് O2 കയ്യിൽ നിന്ന് D2 ആവശ്യമുള്ളത് വാങ്ങും. O2 കയ്യിൽ ടോട്ടൽ 13 അവൈലബിലിറ്റി ഉണ്ട്. D2 എത്ര ആവശ്യമുള്ളൂ? 5 ആവശ്യമുള്ളൂ. സോ അത് O2 കയ്യിൽ നിന്ന് വാങ്ങി. അപ്പോൾ D2 ആവശ്യം കഴിഞ്ഞു. ഇവിടെ D2 ഇനി ആവശ്യങ്ങളൊന്നുമില്ല. പക്ഷെ O2 കയ്യിൽ 5 വാങ്ങിയിട്ടുള്ളൂ. ബാക്കി എത്ര ഉണ്ട്? 8 അവിടെ അവൈലബിലിറ്റി ഉണ്ട് അല്ലേ? 8 അവൈലബിലിറ്റി അവിടെ ഉണ്ട് O2 കയ്യിൽ. സോ നോർത്ത് വെസ്റ്റ് നേരെ ഇങ്ങോട്ട് വരും. O2 കയ്യിൽ 8 ഉണ്ട്. D3 ആവശ്യമുള്ളത് 12 ആണ്. അപ്പോൾ O2 കയ്യിലുള്ള കംപ്ലീറ്റ് ഇവിടെ കൊടുക്കും. സോ O2 കയ്യത്ത് കഴിഞ്ഞു. പക്ഷെ അപ്പോൾ D3 എത്ര കിട്ടിയിട്ടുണ്ട്? 8 കിട്ടി. സോ D3 ഇവിടെ
12 അവൈലബിലിറ്റി ഉണ്ട്, റിക്വയർമെന്റ് ഉണ്ട്, അതിൽ 8 കിട്ടിയിട്ടുള്ളൂ. സോ ബാക്കി 4 വരും. അപ്പോൾ ഈ 4 ആരെ കയ്യിൽ നിന്ന് സ്വീകരിക്കും? ഇവിടെ 8 ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. O3ന്റെ കയ്യിൽ നിന്ന് ഈ ബാക്കിയുള്ള 4 വാങ്ങും. O3ന്റെ കയ്യിൽ നിന്ന് 4 വാങ്ങി. O3ന്റെ കയ്യിൽ നിന്ന് 4 വാങ്ങി. അപ്പോൾ D3ന്റെ റിക്വയർമെന്റ് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ O3യിൽ ഇനിയും ബാക്കി ആരുണ്ട്? 4 കഴിഞ്ഞ 15 ബാക്കി വരുന്നുണ്ട്. അപ്പോൾ അതിന് എന്ത് ചെയ്യും? നേരെ ഇവിടെ 15 ബാക്കിയോട് കൊടുക്കും. ഇവിടെ 15 കൊടുത്തു കഴിഞ്ഞാൽ D4ന് ആവശ്യം 15 ആണ്. റിക്വയർമെന്റ് കഴിഞ്ഞു. O3യുടെ കയ്യിലുള്ളതും 15 ആണ്. സോ അവൈലബിലിറ്റിയും കഴിഞ്ഞിട്ടുണ്ട്. സോ ലാസ്റ്റ് നോക്കുമ്പോൾ എല്ലാവർക്കും റിക്വയർമെന്റ് എത്തിയിട്ടുണ്ടാവും, എല്ലാവരും അവൈലബിലിറ്റി കഴിഞ്ഞിട്ടും ഉണ്ടാവും. അത് TP ബാലൻസ്ഡ് ആയിട്ട് സംഭവിച്ചതാണ്. സോ ഇതിനെയാണ് ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇത് ഒപ്റ്റിമൽ അല്ല കേട്ടോ. അഥവാ ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് കോസ്റ്റ് മിനിമൈസ് ചെയ്യാം എന്ന് ഇതിലർത്ഥമില്ല. ഇതൊരു അലോക്കേഷനാണ്, ഒരു മെത്തേഡാണ് അലോക്കേറ്റ് ചെയ്യുന്നത്. ഇത് ഒപ്റ്റിമാണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യണം. സോ നമുക്ക് പിന്നീട് പഠിക്കാം എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളത്. സോ നമുക്കിവിടെ കിട്ടിയ ആൻസർ ഇപ്പം എന്താണ്? സോ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. X11 എന്ന് പറഞ്ഞാൽ 6 ആണ് എന്ന് പറഞ്ഞാൽ O1ൽ നിന്ന് D1 വാങ്ങേണ്ടത് 6 യൂണിറ്റ്. ഒരു യൂണിറ്റിന് 21 റുപ്പീസാണ്. 21 ആണ് കോസ്റ്റ്. റുപ്പീസ് എന്ന് പറയാൻ പാടില്ല, കോസ്റ്റ് 21 ആണ്. സോ 6 യൂണിറ്റ് ആണ് O1ൽ നിന്ന് D1 വാങ്ങുന്നത്. O1ൽ നിന്ന് D2 വാങ്ങുന്നത് 5 യൂണിറ്റ്. സോ X12 ഈക്വൽ ടു 5. അതുപോലെ X22 5 എന്ന് പറഞ്ഞാൽ 2ൽ നിന്ന് D2 വാങ്ങുന്ന യൂണിറ്റ് 5 യൂണിറ്റ്സ് വാങ്ങുന്നുണ്ട്. അതുപോലെ X23 8 ആണ്. അതുപോലെ X33 4 ആണ്. അതേപോലെ ലാസ്റ്റ് X33 കഴിഞ്ഞാൽ X34 ലാസ്റ്റ് 15 ആണ്. സോ ഇതൊക്കെയാണ് അലോക്കേഷൻ. X11, X12, X22, X23, X33, X34. ബാക്കിയെല്ലാം 0 ആയിട്ട് പരിഗണിക്കും. സോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സിംപ്ലസ് മെത്തേഡിൽ പറഞ്ഞത് ഓർമ്മ ഉണ്ടോ? ഇനീഷ്യൽ ബേസിക്കിലുള്ള ആ ടേബിളിൽ ആരൊക്കെ ഉണ്ട് അവരൊക്കെ വാല്യൂസും ടേബിൾ ഇല്ലാത്തവരൊക്കെ 0 ആയിട്ട് നോക്കും. സോ ഇവിടെ ഇവരൊക്കെയാണ് വാല്യൂസ്. സോ ഈ ബാക്കിയുള്ളവരൊക്കെ 0. സോ ഇവിടെ X13 0, X14 0 എന്ന് പറഞ്ഞാൽ 0 യൂണിറ്റ്. ഇവരൊന്നും ട്രാൻസ്പോർട്ട് ചെയ്യുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും. ഇത് ഇനീഷ്യൽ ബേസിക് ആണ്. ഇത് എന്തല്ല, ഒപ്റ്റിമം അല്ല. വീണ്ടും പറയുന്നത് ഒപ്റ്റിമം അല്ല. ഒപ്റ്റിമം നമുക്ക് ചെക്ക് ചെയ്യണം ഒപ്റ്റിമാണോ എന്നുള്ളത്. സോ ഇതൊരു മെത്തേഡാണ് ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കാണാൻ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കോസ്റ്റ് ആകും എന്ന് നോക്കി നോക്കാം. നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എത്ര ആകും എന്ന് നോക്കി നോക്കാം. സോ ഈ രീതിയിൽ നമ്മൾ അലോക്കേറ്റ് ചെയ്താൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആകുന്നത് ഇവിടെ 6 യൂണിറ്റ് ആണ്. ഒരു യൂണിറ്റിന് 21 ആണ്. സോ 6 × 21 പ്ലസ് ഇവിടെ 5 യൂണിറ്റ് ആണ് ട്രാൻസ്പോർട്ട് ചെയ്തത്. ഒരു യൂണിറ്റിന് 16 ആണ്. സോ 5 × 16 പ്ലസ് ഇവിടെ 5 യൂണിറ്റ്സ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഒരു യൂണിറ്റിന് 18 ആണ്. സോ 5 × 18 പ്ലസ് അതേപോലെ 8 × 14 പ്ലസ് 4 × 10 പ്ലസ് 15 × 41. ടോട്ടൽ എത്ര വരുന്നുണ്ട്? 1063 വരുന്നുണ്ട് കോസ്റ്റ്. ഈ കോസ്റ്റ് മിനിമം ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല. സോ ഈ നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് മിനിമം അല്ല, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരുന്നത് 1063 ആണ്. സോ ഇതാണ് നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ, ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കാണാനുള്ളത്. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതേപോലെ തന്നെ ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. 5 ഡെസ്റ്റിനേഷൻ ഉണ്ട്, 3 ഒറിജിൻസ് ഉണ്ട്, ഓരോ യൂണിറ്റിന് ആവശ്യമായ കോസ്റ്റ് തന്നിട്ടുണ്ട്, ഈ O1ലുള്ള അവൈലബിലിറ്റി തന്നിട്ടുണ്ട്, ഓരോ ഡെസ്റ്റിനേഷനും വേണ്ട റിക്വയർമെന്റ്സ് തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? അവൈലബിലിറ്റിയും റിക്വയർമെന്റ്സും ഈക്വൽ ആണോ നോക്കണം. സോ ഇത് ആഡ് ചെയ്ത് എന്ത് വരും? അവൈലബിലിറ്റി ആഡ് ചെയ്താൽ 4 + 8 + 9 എത്ര വരും? നമുക്ക് ആഡ് ചെയ്യുമ്പോൾ 21 വരും. 4 + 8 + 9 21. അതേപോലെ റിക്വയർമെന്റ്സും 3 + 3 + 4 + 5 + 6 = 21. സോ ഇവിടെ എന്താണ്? ബാലൻസ്ഡ് ആണ്. TP ബാലൻസ്ഡ് ആണ്. സോ നമുക്ക് TP ബാലൻസ്ഡ് ആണെന്ന് പറയാം. σA = σBj, therefore TP is balanced. TP ബാലൻസ്ഡ് നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കാണാം. നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. സോ നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ തന്നെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഇവിടെ അല്ലേ. സോ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. അവിടെ എത്ര കൊടുക്കാം? O1ൽ അവൈലബിലിറ്റി 4 ആണ്.
റിക്വയർമെന്റ് 3 ആണ്. സോ ഇവിടെ 3 കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ D1 വേണ്ട റിക്വയർമെന്റ് കഴിഞ്ഞു. പക്ഷെ O1 അവൈലബിലിറ്റി ഇനിയും ബാക്കിയുണ്ട്, ഒരു യൂണിറ്റ് കൂടി ബാക്കിയുണ്ട്. സോ അതെന്ത് ചെയ്യാം, D2 കൊടുക്കാം 1. അപ്പോൾ O1 അവൈലബിലിറ്റി കഴിഞ്ഞു. നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ. അപ്പോൾ നമുക്ക് നേരെ താഴത്തേക്ക് വരണം. ഇനി അതാണ് നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ പറയുന്നത്. സോ ഇവിടെ അലോക്കേറ്റ് ചെയ്യണം. ഇവിടെ ഓൾറെഡി D2 1 കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി ഇവിടെ എത്ര ആവശ്യമുള്ളത്, ഇവിടെ ഇനി 2 ആണ് ആവശ്യമുള്ളത്. ആ 2 ഇവിടെ O2 തരാൻ പറ്റുമോ? പറ്റും, കാരണം ഇവിടെ 8 ആണുള്ളത്. ഇവിടെ 2 കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ D2 റിക്വയർമെന്റ് കഴിഞ്ഞു. പക്ഷെ ഇവിടെ O2 അവൈലബിലിറ്റി കഴിഞ്ഞിട്ടില്ല, 2 കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാം, ഇനി ബാക്കി T3 കൊടുക്കാം. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ ഇനി ബാക്കി 6 ഉണ്ടെങ്കിൽ കൂടി D3 എത്ര ആവശ്യമുള്ളൂ, 4 ആവശ്യമുള്ളൂ. പക്ഷെ അവിടെ ഇപ്പോൾ 6 അവൈലബിലിറ്റി ഉണ്ട്. നമുക്ക് എന്താ D3 4 മാത്രം കൊടുക്കാം. സോ ഡെസ്റ്റിനേഷൻ റിക്വയർമെന്റ് കഴിഞ്ഞു, പക്ഷെ അവൈലബിലിറ്റി ഇനിയും ബാക്കിയുണ്ട്, 2 കൂടി ബാക്കിയുണ്ട്. അത് ബാക്കി എന്ത് ചെയ്യാം, D4 കൊടുക്കാം. ഇത് താഴത്തേക്ക് പോരാൻ കഴിയില്ല, കാരണം ഇവിടെ എന്തുണ്ട്, ഇവിടെ D3 റിക്വയർമെന്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി താഴത്തേക്ക് പോരാൻ കഴിയില്ല, ഇങ്ങോട്ട് പോവാം. സോ എന്തുവരും, 6 ക്യാൻസൽ ചെയ്യും. സോ ഇനി D4 5 ആണ് ഇവിടെ അവൈലബിലിറ്റി, റിക്വയർമെന്റ്. ഇവിടെ 2 കിട്ടിയിട്ടുള്ളൂ. എന്ത് ചെയ്യാം, ഇവിടെ 3 കൊടുക്കാം. സോ ഇവിടെ 5 കിട്ടി. ഇനി ബാക്കി ഇവിടെ എത്ര വരും, 6. ഇനി നമ്മൾ ചെയ്തത് ശരിയാണോ നിങ്ങൾ നോക്കാം. ഈ അലോക്കേഷൻ ഫുൾ ആഡ് ചെയ്താൽ ഇവിടുത്തെ നമ്മുടെ അവൈലബിലിറ്റി കിട്ടണം. സോ ഇവിടെ അവൈലബിലിറ്റി ക്വസ്റ്റ്യൻ എന്തായിരുന്നു, 4 ആയിരുന്നു. സോ 3 + 1 4. അതുപോലെ താഴത്തേക്ക് ആഡ് ചെയ്താൽ ഇവിടുത്തെ റിക്വയർമെന്റും കിട്ടണം. 1 + 2 3 4 2 + 3 5 6. അതുപോലെ 3 + 1 4 2 + 4 + 2 8 3 + 6 9. സോ ഇതാണ് നോർത്ത് വെസ്റ്റ് കോർണർ റൂളിൽ ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കാണുന്നത്. അപ്പോൾ സൊല്യൂഷൻ എന്താണ്, x1 3 x1 2 1 x2 2 ആണ്, x2 4 x2 2 x3 3 x3 3 x3 6. സോ ഇതാണ് അലോക്കേഷൻ. സോ അലോക്കേഷൻ ഇങ്ങനെ വരും, അതിന് കറസ്പോണ്ടിങ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും വരും. സോ അലോക്കേഷൻ ഇങ്ങനെ വരും. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നോക്കിയാൽ ഇങ്ങനെ 3 × 2 + 1 × 11 + 2 × 4 + 4 × 7 + 2 × 2 + 3 × 8 + 6 × 12 = 153. ഇത് ഒപ്റ്റിമം അല്ല കേട്ടോ, അഥവാ ഇതല്ല ഇതിന്റെ മിനിമം കോസ്റ്റ് വരുന്നത്. ഈ മെത്തേഡിൽ ചെയ്തപ്പോൾ കിട്ടിയ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആണ്. ഇത് മിനിമം ആവണമെന്നില്ല, നമുക്ക് ഇതിൽ മാറ്റങ്ങൾ വരുത്തിയാൽ എന്ത് സംഭവിക്കും, ചിലപ്പോൾ മിനിമം വേറെ കിട്ടും. ഇത് ഒപ്റ്റിമം അല്ല, ഇതൊരു സൊല്യൂഷൻ, ഒരു ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ. നമ്മൾ നെക്സ്റ്റ് പറയുന്നത് മെട്രിക്സ് മിനിമം മെത്തേഡ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾ നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ ഉപയോഗിച്ച സെയിം ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അത് തന്നെ മെട്രിക്സ് മിനിമം മെത്തേഡിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് മെട്രിക്സിൽ, ഇതൊരു മെട്രിക്സായി കൺസിഡർ ചെയ്തിട്ട് അതിൽ ഏറ്റവും മിനിമം വാല്യൂ ഏതാണെന്ന് നോക്കുക. സോ ഇവിടെ മിനിമം കോസ്റ്റ്, ഏറ്റവും മിനിമം കോസ്റ്റ് ഇവിടെ 21 16 25 13 23 14 18 17 32 27 18 41. ഏറ്റവും മിനിമം കോസ്റ്റ് ഏതാ, 13 ആണ്. സോ ഇവിടെ പോയിട്ട് അലോക്കേറ്റ് ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് O1 അവൈലബിലിറ്റി 11 ആണ്, D4 വേണ്ട റിക്വയർമെന്റ് 15 ആണ്. സോ എന്താ ചെയ്യാൻ കഴിയുള്ളൂ, O1 അവൈലബിലിറ്റി ഫുൾ ഇവിടെ കൊടുക്കാൻ പറ്റും. O1 അവൈലബിലിറ്റി ഫുൾ ഇവിടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ കഴിഞ്ഞു. ഇനി O1 എന്തില്ല, ഇനി O1 ആർക്കും കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ട്രൈക്ക് ചെയ്യും. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് വളരെ നേരിയ രീതിയിൽ സ്ട്രൈക്ക് ചെയ്യും. കാരണം ഈ O1 ഇവിടെ ആർക്കും D1 D2 D3 ആർക്കും കൊടുക്കാൻ കഴിയില്ല. ഇവിടെ 15 മാറിയിട്ട് എന്തായി മാറും, റിക്വയർമെന്റ് 4 ആയിട്ട് മാറും. കാരണം ഓൾറെഡി നമുക്കൊരു റിക്വയർമെന്റ് 11 കിട്ടിയിട്ടുണ്ട്. സോ 4 ആയി മാറും. ഇനി ബാക്കി കൺസിഡർ ചെയ്യാം. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇപ്പം നമ്മുടെ കയ്യിലുള്ള ഒരു മെട്രിക്സ് ഏതാണ്, ഇത് നമ്മൾ ഒഴിവാക്കി, ഈ റോ ഒഴിവാക്കി. ഇനി ബാക്കിയുള്ള മെട്രിക്സിൽ ഏറ്റവും മിനിമം വാല്യൂ എത്ര വരുന്നത്, ഏറ്റവും മിനിമം
17, 18, 14, 23, 32, 27, 18, 41. ഇത് 14 ആണ് ഏറ്റവും മിനിമം വരുന്നത്. സോ അവിടെ നമുക്ക് അലോക്കേറ്റ് ചെയ്യാം. 14 അലോക്കേറ്റ് ചെയ്യാം. ഇവിടെ O2 D3 വരുന്നത്. O2ന് 13 അവൈലബിലിറ്റി ഉണ്ട്. D3ക്ക് ആവശ്യം 12 റിക്വയർമെൻറ്റാണ്. സോ O2ന് എന്ത് ചെയ്യാം, ഈ D3ൻ്റെ ആവശ്യം കംപ്ലീറ്റ് കൊടുക്കാൻ പറ്റും. സോ ഇവിടെ 12 കഴിഞ്ഞു. പക്ഷെ 13 എന്തായി മാറും, 1 ആയിട്ട് മാറും. ഒരു അവൈലബിലിറ്റി കൂടി ഉണ്ട്. പക്ഷെ D3ക്ക് ഇനി ആരും ആവശ്യമില്ല അല്ലെ, D3ൻ്റെ റിക്വയർമെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ D3ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ട്രൈക്ക് ചെയ്യും. എന്തിനാ വെച്ച് കഴിഞ്ഞാൽ D3ക്ക് ഇനി ആരും കൊടുക്കേണ്ട ആവശ്യമില്ല, D3ക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മെട്രിക്സ് 17, 18, 23, 32, 27, 41 ഇതിൽ ഏറ്റവും മിനിമം ആരാ വരുന്നത്, 17 അല്ലേ. അപ്പോൾ അടുത്ത അലോക്കേഷൻ 17 വരും. 17 എന്താ, D1ഉം O2 ആണുള്ളത്. D1ഉം O2 ഇനി ആകെ 1 അവൈലബിലിറ്റിയേ ഉള്ളൂ. D1ന് 6 റിക്വയർമെന്റ് ആവശ്യം ഉണ്ടെങ്കിലും പക്ഷെ O2ൻ്റെ കയ്യിൽ 1 ഉള്ളൂ. സോ ആ ഒന്നുകൂടെ കൊടുക്കാം. ആ ഒന്നുകൂടെ കൊടുത്താൽ ഇനി O2ൻ്റെ കയ്യിലില്ല. അപ്പോൾ O2 ഇനി ആർക്കും കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് സ്ട്രൈക്ക് ചെയ്യാം. നല്ല ബോൾഡായിട്ട് വരക്കണമെന്നില്ല, നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ. ഇനി ബാക്കിയുള്ള വരയ്ക്ക് 30 to 27, 41. 30 to 27, 41 അതിൽ ഏറ്റവും മിനിമം വാല്യൂ 27 അല്ലെ, മിനിമം വാല്യൂ 27. സോ നെക്സ്റ്റ് അലോക്കേഷൻ 27 വരും. സോ 27 ആരുള്ളത്, O3യും D2. O3ക്ക് 19 അവൈലബിലിറ്റി ഉണ്ട്. D2ന് എത്ര ആവശ്യമുള്ളൂ, 10 ആവശ്യമുള്ളൂ. സോ D2ൻ്റെ ആവശ്യം ഇവിടെ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ D2 കഴിഞ്ഞു. പക്ഷെ ഇവിടെ എന്തായി മാറിയിട്ടുണ്ട്, സ്ട്രൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇവിടെ 9 അവൈലബിലിറ്റി ഇനി ബാക്കിയുള്ളൂ. 9 അവൈലബിലിറ്റി ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ അടുത്തതാക്കിയ 30 to 41. ഏറ്റവും മിനിമം ആരാണ്, 32. ഏറ്റവും മിനിമം 32. എന്ത് ചെയ്യാം, 32ന് ഇവിടെ 6 റിക്വയർമെൻറ്റും 9 അവൈലബിലിറ്റി. സോ ഇവിടെ 6 കംപ്ലീറ്റ് ചെയ്യാം. 6 കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് ഇവിടെയും ക്യാൻസൽ ആയി പോകും. ഇനി ബാക്കിയുള്ളത് 41 മാത്രമേ ഉള്ളൂ. സോ ബാക്കിയുള്ള എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ഇവിടെ കൊടുക്കാം. ഇവിടെ 6 അലോക്കേഷൻ നടന്നു കഴിഞ്ഞാൽ ഇവിടെ ബാക്കി എത്രയുള്ളത്, സോറി ഇവിടെ 6 അല്ല, ഇവിടെ ഓൾറെഡി 1 ഉണ്ട്. ഇവിടെ 5 ആണ്. ചെറിയ മിസ്റ്റേക്ക് പറ്റിയതാണ്. ഇവിടെ 5 ആണ്. ഇവിടെ 5 ആണ് കേട്ടോ, കാരണം ഓൾറെഡി 1 ഇവിടെ ഉണ്ട്. D1ന് ഓൾറെഡി 1 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ O3ക്ക് ഇനി 5 കൊടുത്താൽ മതിയാവും. സോ 6 കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ വരുന്നത് 9. ഇവിടെ 4 വരും, കാരണം 5 + 10 15 ആണ്. ഇവിടെ 19 ഉള്ളത്. സോ 4 വരും. സോ ബാക്കി ഇവിടെ റിക്വയർമെൻറ്റും 4 ആണ്, അവൈലബിലിറ്റിയും 4 ആണ്. നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് വീണ്ടും ചെയ്യാതിരുന്നത്. എന്ത് ചെയ്യണം, സിഗ്മ എ നമുക്ക് 43 കിട്ടും, സിഗ്മ BJയും 43 കിട്ടും. സോ TP ഈസ് ബാലൻസ്ഡ്. നമ്മൾ പറയാൻ വിട്ടുപോയതാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് പറയാതിരുന്നതാണ്. ഈ ബാലൻസ്ഡ് ആയാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഇങ്ങനെ എല്ലാം ലാസ്റ്റ് ക്യാൻസലായി പോയിട്ട് കറക്റ്റ് അലോക്കേഷൻ കിട്ടുള്ളൂ. ബാലൻസ്ഡ് ആണല്ലോ ചെക്ക് ചെയ്യാം കേട്ടോ, എന്നിട്ട് ചെയ്യാവൂ. സോ TP ബാലൻസ്ഡ് ആണ്. സോ ദിസ് ഈസ് ദി മെട്രിക്സ് മിനിമം മെത്തേഡ്. നമ്മളിനി ഇതിലിപ്പോൾ ആകെ ഒരു വൃത്തികേടായിട്ട് കിടക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, ഈ ടാബിൾ ഒന്നുകൂടി മാറ്റി എഴുതും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. സോ നമ്മുടെ അലോക്കേഷൻ അപ്പോൾ വരുന്നത് X14 11, X21 1, X23 12, X31 5, X32 10, X34 4. ഇതാണ് അലോക്കേഷൻ. സോ ഈ അലോക്കേഷനിൽ നമുക്ക് വരുന്ന ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എത്രയാണ്, 11 × 13 + 1 × 17 + 12 × 14 + 5 × 32 + 10 × 27 + 4 × 41 = 922. നമ്മൾ നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ ചെയ്തപ്പോൾ എത്രയായിരുന്നു, 1063 ആയിരുന്നു. സോ ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോർത്ത് വെസ്റ്റിനേക്കാൾ ഒന്നുകൂടി കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട് മെട്രിക്സ് മിനിമം ചെയ്തപ്പോൾ. പക്ഷെ ഇതും എന്തല്ല, ഒപ്റ്റിമല്ല. ഇതും ഒപ്റ്റിമല്ല, കാരണം ചിലപ്പോൾ ഇതിനേക്കാൾ വേറെ രീതി അല്ലെങ്കിൽ വേറെ അലോക്കേഷൻ കിട്ടിയേക്കാം. സോ ഇതൊരു ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷനാണ്.
ഇത് ഒപ്റ്റിമം അല്ല, കാരണം ഇത് തന്നെയാണ് മിനിമം എന്ന് പറയാൻ കഴിയില്ല, അപ്പം വേറെ അലോക്കേഷൻ ഉണ്ടായേക്കാം. സോ ഇതിനാണ് മെട്രിക്സ് മിനിമം മെത്തേഡ് എന്ന് പറയുന്നത്, ഓരോ മെട്രിക്സിലെയും മിനിമം എടുത്തിട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്ന ടോപ്പിക്കാണ് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്. സെയിം ക്വസ്റ്റ്യൻ, നോർത്ത് വെസ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ച മെട്രിക്സ് മിനിമം ചെയ്യാൻ ഉപയോഗിച്ച അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് വോഗൽസ് അപ്രോക്സിമേഷനിൽ നമ്മൾ ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ അത് കുറെ ഡിഫറെൻ്റ് ആണ് ഇത് ചെയ്യുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ എഴുതി വെച്ചു. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം മറന്നു പോകരുത്, ബാലൻസ്ഡ് ആണോ ചെക്ക് ചെയ്യണം. 43 ഈസ് ബാലൻസ്ഡ്. സോ ബാലൻസ്ഡ് ആണോ അല്ല ചെക്ക് ചെയ്യണം, ബാലൻസ്ഡ്. ഇനി വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡിൽ ചെയ്യേണ്ടത്, നമ്മൾ ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഇവിടുന്ന്, അതേപോലെ ഇവിടെയും കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇവിടുന്ന്. ഓക്കെ, നമ്മൾ ചെയ്യുന്നത് ഈ ഒരു റോ പരിഗണിക്കുക. ഈ ഒരു റോ 21, 16, 25, 30 എന്നുള്ള റോ. അതിൽ ഏറ്റവും മിനിമം വാല്യൂസ് ഏതൊക്കെ? മിനിമം വാല്യൂസ് 13, നെക്സ്റ്റ് മിനിമം 60 അല്ലെ? സ്മോളസ്റ്റ് ടു നമ്പേഴ്സ് 13 ആൻഡ് 60. അവർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 3 ആണ് വരുന്നത്. ആ 3 നമ്മളിവിടെ എഴുതി വെക്കുക, ഡിഫറൻസ്. അതേപോലെ ഈ റോ പരിഗണിക്കുക. അതിൽ ഏറ്റവും മിനിമം വാല്യൂസ് ഏതൊക്കെ? 14 ആൻഡ് 17. അവർ തമ്മിലുള്ള ഡിഫറൻസും 3. നമ്മൾ ബ്രാക്കറ്റ് ഇടാൻ കാരണം ഇവിടെ ഓൾറെഡി നമ്മുടെ അവൈലബിലിറ്റി റിക്വയർമെന്റ് ഉണ്ട്, അത് മാറാതിരിക്കാനാണ് ഈ ഒരു ബ്രാക്കറ്റ് ഇടുന്നത്. സോ നെക്സ്റ്റ് അടുത്തതായിരിക്കും ഏറ്റവും മിനിമം വാല്യൂസ് 18 ആൻഡ് 27. 8 ആൻഡ് 27. സോ ഡിഫറൻസ് 9. സോ നമ്മൾ ഇത് റോൾ ചെയ്തു. ഇതേപോലെ കോളത്തിലും ചെയ്യാം. കോളം ഏറ്റവും മിനിമം 17, 21, ഡിഫറൻസ് എന്ത് വരും? 4. സോ അങ്ങനെ കോളം ചെയ്യുമ്പോൾ 4, 18 16 തമ്മിൽ 2, 14 18 തമ്മിൽ 4, 13 23 ഏറ്റവും സ്മോളസ്റ്റ് 10. സോ നമുക്ക് വീട്ടിലെ ഡിഫറൻസ് 4 2 4 10 3 3 9. ഇതിൽ ഏറ്റവും ഹയസ്റ്റ് ഡിഫറൻസ് ഏതാണ്? 10 ആണ് അല്ലേ? ഈസ് ദി ഹയസ്റ്റ് വൺ. സോ ആ 10 എന്നുള്ള കോളം എടുക്കുക. ഈ 10 എന്ന കോളത്തിൽ ഏറ്റവും മിനിമം വാല്യൂ, ഇനി ഈ കോളത്തിൽ ഏറ്റവും മിനിമം 13 23 41. ഏറ്റവും മിനിമം ഏതാ? 13. സോ 13 നമ്മൾ എന്ത് ചെയ്യുക? അലോക്കേറ്റ് ചെയ്യുക. 13 ഏറ്റവും ഹയസ്റ്റ് ഡിഫറൻസിൽ സ്മോളസ്റ്റ് വാല്യൂ കോസ്റ്റ്. സോ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ 11 അവൈലബിലിറ്റി ഉണ്ട്, 15 റിക്വയർമെന്റും ഉണ്ട്. സോ നമുക്ക് അവൈലബിലിറ്റി കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ എന്ത് ചെയ്യാം? 11 കൊടുക്കാം. 11 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്തായിട്ട് മാറും? 15 മാറിയിട്ട് 4 ആയിട്ട് മാറും. സോ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ അവൈലബിലിറ്റി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൈലബിലിറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു മൊത്തം ക്യാൻസൽ ചെയ്യാം. സോ അതിന് ഇനി ഒന്നും കാണേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഇതെല്ലാം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇതെല്ലാം മാറിയിട്ടുണ്ടാവും അല്ലേ? ഇതൊക്കെ ക്യാൻസൽ ചെയ്യാം. ഇതെല്ലാം ക്യാൻസൽ ചെയ്യാം. ഇതെല്ലാം ക്യാൻസൽ ചെയ്തു. ഇനി വീണ്ടും ഇതേപോലെ ഡിഫറൻസ് കാണും. ഫസ്റ്റ് ഇപ്പോൾ ഈ ഒരു റോയിന് ചെയ്യേണ്ട ആവശ്യമില്ല. സെക്കൻഡ് റോ 17 18 14 23. ഏറ്റവും മിനിമം ഏതൊക്കെയാണ്? 14 17. സോ വീണ്ടും ഡിഫറൻസ് എഴുതുക 3. നെക്സ്റ്റ് ആരൊക്കെയാണ്? 18 27 9. അതേപോലെ താഴെ ഈ കോളം വൈസ് 17. ഇവിടെ 21 ഇപ്പൊ കഴിഞ്ഞു. ഇനി ഇത് നോക്കരുത്. 21 16 25 നോക്കാൻ പാടില്ല. ഇനി ഇവിടെ ബാക്കിയുള്ളത് ആരൊക്കെയാ? 17 32. 17 32 നമ്മുടെ ഡിഫറൻസ് എത്ര വരും? 15. സോ അടുത്തത് നോക്കുമ്പോൾ ഡിഫറൻസ് ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. 3 9 15 9 4 18. ഏറ്റവും ഹയസ്റ്റ് അഗെയിൻ 18. ഏറ്റവും ഹയസ്റ്റിൽ ഏറ്റവും മിനിമം വാല്യൂ എവിടെ വരുന്നത്? 23 അല്ലേ? 23 41 ഉള്ളത്. അപ്പോൾ ഏറ്റവും മിനിമം 23 ആണുള്ളത്. 23 ഇവിടെ ഓൾറെഡി 15 ഉണ്ടായിരുന്നത് 11 കൊടുത്തത് 4 ആയി മാറിയിട്ടുണ്ട്. ഇവിടെ 13 അവൈലബിലിറ്റി ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? റിക്വയർമെന്റ് കംപ്ലീറ്റ് ചെയ്യാം. 4. അപ്പോൾ റിക്വയർമെന്റ് കംപ്ലീറ്റ് ചെയ്താൽ എന്തായി മാറിയിട്ടുണ്ട്? ഇത് ക്യാൻസൽ ചെയ്ത് മൊത്തം പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നിങ്ങോട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി വീണ്ടും ഇതൊക്കെ ക്യാൻസൽ ചെയ്യാം. വീണ്ടും എല്ലാം ക്യാൻസൽ ചെയ്യാം. ഇനി ഇതേപോലെ വീണ്ടും ഡിഫറൻസ് കാണാം. ഇനി ബാക്കിയുള്ളവരുടെ ഡിഫറൻസ് കാണാം.
സോ ഇവിടെ എന്ത് വരും? ഇവിടെ നമ്മൾ ഒരു കാര്യം എഴുതാൻ മറന്നിട്ടുണ്ട്. ഇവിടെ 13 4 കഴിഞ്ഞാൽ പിന്നെ എത്ര വരും? സോ അവിടെ 9 എഴുതാം. ഓക്കെ, ഇനി നെക്സ്റ്റ്. ഇപ്പോൾ ഇത് ഈ റോയിന് വേണ്ട, ഈ കോളം വേണ്ട. 14ഉം 17ഉം ഡിഫറൻസ് എന്ത് വരും? 3. നെക്സ്റ്റ് 18ഉം 27ഉം 9, ഡിഫറൻസ് 9 വരും. അതേപോലെ താഴത്തേക്ക് 17 32 ഡിഫറൻസ് എന്ത് വരും? സോ ഡിഫറൻസ് 15 9 4. ഇവിടെ ഉള്ളത് 3 9. ഏറ്റവും ഹയസ്റ്റ് ഏതാ വരുന്നത്? 15. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ കോളം. ഈ കോളത്തിൽ ഏറ്റവും മിനിമം വാല്യൂ 32 ഉണ്ട്, 17 ഉണ്ട്. ഏറ്റവും മിനിമം 17 വരുന്നത്. സോ 17 നമ്മൾ അലോക്കേറ്റ് ചെയ്യാം. 17 നോക്കുമ്പോൾ 6 റിക്വയർമെൻറ്റും 9 അവൈലബിലിറ്റിയാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? 6 റിക്വയർമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ 6 കംപ്ലീറ്റ് പോയി. അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു കോളത്തിൻ്റെ ആവശ്യമില്ല. സോ ഇവിടെ 9 മാറിയിട്ട് അവിടെ 3 എന്ന് വരും. കാരണം 6 ഓൾറെഡി ഉണ്ട്. അപ്പോൾ 6 - 9 - 6 3 എന്ന് വരും. സോ ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്യാം? ഇതെല്ലാം ക്യാൻസൽ ചെയ്യാം. വീണ്ടും നമ്മൾ ഇതേപോലെ ഡിഫറൻസ് കാണാം. ഇവിടെ ബാക്കി ആരൊക്കെയുള്ളത്? 14 and 18. സോ ഡിഫറൻസ് 4 എന്ന് വരും. ഇവിടെ 18 27 ഡിഫറൻസ് 9 എന്ന് വരും. താഴത്തേക്ക് 14 and 18 ഡിഫറൻസ്. സോ 9 18 27 9 വരും. ഇവിടെ 4 വരും. ഇതിൽ ഏറ്റവും ഹയസ്റ്റ് ഇവിടെ 9 4 ഉണ്ട്, 9 4 ഉണ്ട്. ഏറ്റവും ഹയസ്റ്റ് ഏതാണ്? 9 9. ഇതാണ് ഹയസ്റ്റ്. ഈ 9 ഈ 9. അത് നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം. ഏതെടുത്താലും കുഴപ്പമില്ല. ഏത് 9 എടുത്താലും ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് 9 ചൂസ് ചെയ്യാം. ഞാൻ ഈ 9 ചൂസ് ചെയ്യുന്നത് കേട്ടോ. ഏത് 9 ചൂസ് ചെയ്യാം, കുഴപ്പമില്ല. സോ ഈ 9 ഞാൻ ചൂസ് ചെയ്തു. സോ ഈ 9ൽ ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ, ഈ 9ലെ ഏറ്റവും സ്മോളസ്റ്റ് എന്ന് പറഞ്ഞാൽ 18 വരും. ഏറ്റവും സ്മോളസ്റ്റ് 18 വരും. സോ 18ൽ 12 റിക്വയർമെൻറ്റും 19 അവൈലബിലിറ്റി. നമുക്ക് റിക്വയർമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാം. 12 റിക്വയർമെൻറ്റ്. അപ്പോൾ ഇത് ക്യാൻസലായി പോകും, ഇത് കംപ്ലീറ്റ് പോകും. ഇവിടെ എന്ത് ചെയ്യും? 19 മാറിയിട്ട് അവിടെ 7 ആയിട്ട് മാറും. സോ ഇനി വീണ്ടും ഇതെല്ലാം ക്യാൻസൽ ചെയ്യാം. വീണ്ടും എന്ത് ചെയ്യുക? ഡിഫറൻസ് കാണും. സോ ഇവിടെ ഇനി 18 മാത്രമേ ഉള്ളൂ. സോ അപ്പോൾ വരും ഇവിടെ 18. ഇവിടെ 27. സോ 27. ഇവിടെ ഡിഫറൻസ് 9. സോ ഏറ്റവും ഹയസ്റ്റ് ഏത് വരും? ഏറ്റവും ഹയസ്റ്റ് സോ 27. അടുത്ത ഹയസ്റ്റ് 27. 27ൽ ആകെ ഒരു വാല്യൂ ഉള്ളൂ. ഇനി മിനിമം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ എന്ത് ചെയ്യാം? ഈ വാല്യൂവിൽ ഇവിടെ കൊടുക്കാൻ പറ്റിയത് D2ന് വേണ്ട റിക്വയർമെൻറ്റ് 10, പക്ഷെ O3യിലുള്ള അവൈലബിലിറ്റി 7. സോ നമുക്കിവിടെ 7 പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ 7 ക്യാൻസലായി പോകും. നമ്മൾ എന്ത് ചെയ്യും? ഇത് കംപ്ലീറ്റ് ക്യാൻസലാക്കും. ഇനി ആകെ ഒരു കോളം, ഒരൊറ്റ സെല്ല് മാത്രമേ ബാക്കിയുള്ളൂ. ഇതിന് സെല്ല് എന്ന് പറയട്ടെ. ഒറ്റ സെല്ല് മാത്രമേ ബാക്കിയുള്ളൂ. ആ സെല്ല് എന്ത് കൊടുക്കാം? സോ ഇവിടെ 7 ഒന്നുകൊണ്ട് ഇവിടെ 7 മാറിയിട്ട് 3 മാറിയിട്ടുണ്ടാവും. സോ ആ സെല്ല് നമുക്ക് 3 കൊടുക്കാം. നമുക്ക് ഇവിടെയും ക്യാൻസലാവും, ഇവിടെയും ക്യാൻസലാവും. സോ ഇതാണ് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്. ഞാനിതിനെ ഒന്നുകൂടിയും ഭംഗിയായിട്ട് ഒന്ന് എടുത്തെഴുതുകയാണ്. സോ നമ്മുടെ അലോക്കേഷൻ ഇങ്ങനെ വരും. x13ൽ 11, x21ൽ 6, x22ൽ 3, x24ൽ 4, അതുപോലെ x32ൽ 7, x33ൽ 12. സോ നമുക്ക് ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. സോ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരുന്നത് 11 × 13 പ്ലസ് 6 × 17 പ്ലസ് 3 × 18 പ്ലസ് 4 × 23 പ്ലസ് 7 × 27 പ്ലസ് 12 × 18
ഈക്വൽ ടു 736. സോ നോർത്ത് വെസ്റ്റ് കോർണർ റൂളിൽ 1000 എബോ ആയിരുന്നു. മെട്രിക്സ് മിനിമം മെത്തേഡിലത് 900 ആയി മാറി. ഇവിടെ 700 ആയി മാറി ഓഗൽസിൽ. സോ ഇതും എന്തല്ല, ഒപ്റ്റിമാണ്, ഏറ്റവും മിനിമം കോസ്റ്റ് ആണ് എന്ന് പറയാറായിട്ടില്ല. ഇതും ഒരു ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷനാണ്. ഇത് ഒപ്റ്റിമല്ല, ചിലപ്പോൾ ഇനിയും മാറ്റങ്ങൾ വരുത്തിയാൽ ഇതിനേക്കാൾ കുറഞ്ഞ് ഒപ്റ്റിമം സൊല്യൂഷൻ കിട്ടിയേക്കാം. സോ ദിസ് ഈസ് ദി വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ക്ലിയർ ആണ്, ഏറ്റവും ഒപ്റ്റിമാലിറ്റി വരുന്നത്, ചാൻസ് കൂടുതൽ വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് ചെയ്യുമ്പോഴാണ് ഒന്നും കൂടി ഒപ്റ്റിമാലിറ്റി കിട്ടുന്നത്, അപ്പോൾ മിനിമം കോസ്റ്റ് കിട്ടുന്നത്. എന്ന് കരുതി ഇതിൽ ആൻസർ ആണെന്ന് പറയാൻ കഴിയില്ല, നമുക്ക് ഇനിയും ചെക്ക് ചെയ്യാനുണ്ട്. സോ ഇതാണ് ഒരു ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് വെച്ചിട്ട് കാണുന്നത്.